യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രാരംഭമായി അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 31-33 വാക്യങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 31-33 വാക്യങ്ങൾ വായിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം ഏക മനസ്സുമുള്ളവരായി. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ 31-33 ഞാൻ പറഞ്ഞു. 32 ശിവപാസ്റ്റർ വായിച്ചു. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമാണ്. ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാർ ദൈവമഹത്വവും ശക്തിയും അനുഭവിച്ചത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനായി ഇറങ്ങിയെടുത്ത് പ്രതികൂലമായ ഒരിടപെടൽ സമൂഹത്തിൽ നിന്നുണ്ടായി. ചിന്തിക്കാത്ത പ്രതികരണങ്ങൾ ഉണ്ടായി. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നോക്കിയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നില്ലേ? കള്ളക്കേസുകളിൽ അനേകം മിനിസ്ട്രിമാർ ജയിലുകളിൽ കിടക്കുന്നു, അല്ലേ? ഇങ്ങനെയൊക്കെ ഇറങ്ങിയാൽ ഇനി അടികൊള്ളൂ എന്ന് പറയുവാൻ ക്രൈസ്തവ നാമധാരികൾ പോലും രംഗത്ത് വരുന്നു. വിശ്വാസത്തിൽ ഒരുവന് മുന്നോട്ട് ചലിക്കണമെങ്കിൽ ചില പ്രത്യേകമായ സംവിധാനങ്ങളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ എല്ലായിടത്തും കണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഇതൊന്നും കണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവർ ഭയപ്പെടുകയില്ല. കാരണം അവരുടെ അടിസ്ഥാന ഉപദേശം, അടിസ്ഥാന വിശ്വാസ പ്രമാണമായ ഈ വിശുദ്ധ ബൈബിളിൽ തമ്പുരാന്റെ നാമത്തിൽ നിന്നിട്ടുള്ളവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള കൊടിയമായ ക്രൂരതകളും അവർക്ക് നേരെ ഉണ്ടായ നിലപാടുകളും ഒക്കെ വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ക്രൂരത കാണിച്ചിട്ടുള്ള സമൂഹത്തെ ഒന്നടങ്കം ദൈവം സ്പർശിച്ചത്, ആ ദേശങ്ങളിൽ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായത്, ആ ദേശങ്ങൾ പിടിക്കപ്പെട്ടത് ആരൊക്കെ എതിരായി നിന്നോ അവരെയൊക്കെ ദൈവനാമത്തിന് വേണ്ടി പിന്നെ അവരെ കർത്താവ് വിനിയോഗിച്ചതുമൊക്കെ ഈ വചനത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കർത്താവിന്റെ മഹത്വത്തെ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളായി തോന്നുകയില്ല. ഹല്ലേലൂയ. ഒന്ന് നിന്നാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ, എന്നിട്ട് നിൽക്കുന്നില്ല, അല്ലേ? ഹല്ലേലൂയ. ഭിന്നിപ്പിച്ച് ക്രൈസ്തവ സമൂഹങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്നും പ്രത്യേകമായ ലാഭം കൈക്കൊള്ളുന്ന പ്രത്യേകമായ പദ്ധതികളെ ജീവിതത്തിൽ ലാഭമാക്കി മാറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളും പ്രസ്ഥാനങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. മറ്റു മതഭാവങ്ങളെയും ചിന്തകളെയും ശത്രുക്കളാക്കി മാറ്റുവാൻ കൃത്യമായ പ്രേരണ നൽകുന്ന ചില രാഷ്ട്രീയ ഉപദേശങ്ങളും കടന്നു വരാറുണ്ട്. ക്രിസ്തുവിലായ ഒരു വ്യക്തിക്കും മറ്റുള്ളവരെ ശത്രുവെന്ന് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം കുത്തി നിറയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ചില രാഷ്ട്രീയ, വ്യക്തമായ ചില മതപരമായ സംഘടിതമായ ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ എത്ര ഉയർന്നു വന്നാലും ചിലപ്പോൾ ഇന്നായിരിക്കുന്ന പല ഓർഗനൈസേഷൻസ്, ക്രൈസ്തവ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല ഓർഗനൈസേഷൻസ് പതറിപ്പോയിരിക്കും. ചിലപ്പോൾ പ്രവർത്തനങ്ങൾ നിന്നിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ചവർ നിൽക്കത്തില്ല. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ചവർ
തിരിച്ചറിഞ്ഞവൻ, ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞവനെ തകർക്കുവാൻ, പിടിച്ചു കെട്ടുവാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. വിരോധമായി ഉയരുന്ന ഭരണകൂടങ്ങളെയും ഭരണ സംവിധാനങ്ങളെ പോലും നിലയ്ക്ക് നിർത്തുവാൻ കഴിവുള്ള അഭിഷേകത്തിൽ അങ്ങനെയുള്ള വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, റോമൻ ഭരണകൂടം ക്രൈസ്തവ സമൂഹത്തിന് നേരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചൊരു സമൂഹമായിരുന്നു. എന്നാൽ ആ രാജ്യം പിന്നീട് ഏത് തലത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നും, ഹല്ലേലൂയ, ഏത് തലത്തിലേക്ക് അത് ഉയർത്തപ്പെട്ടു എന്നും ഒക്കെ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു യൂടെ കർത്താവിനെ ശക്തി സ്തുതിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ കാണുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിയവർ ഭയപ്പെട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പിതാവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ മകൻ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇതാ ഞങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇന്നതാണ്. അവർ പ്രാർത്ഥിക്കുക. വാസ്തവത്തിൽ ആ പ്രാർത്ഥന അവരുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും പകരുകയും, പകരേണ്ടടുത്ത് പകർന്നാൽ ഇറങ്ങി വരേണ്ടവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. വചനം പറയുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. ഒരുവൻ അവിടെ എഴുന്നള്ളുകയാ. മനസ്സിലാക്കിയ ഒരു ശക്തി കർത്താവിനെ സ്തുതിച്ചാണ്. ധൈര്യമില്ലാതിരുന്ന, ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ ധൈര്യത്തിന്റെ ആത്മാവ് പകരപ്പെടുകയാണ്. അതാണ് 33-ാം വാക്യത്തിൽ അവർ അതിശക്തിയോടെ, മഹത്വത്തോടെ, ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു. കാരണം അവരെ ധൈര്യപ്പെടുത്തിയ ഒരു ആത്മാവുണ്ട്. നമ്മുടെ ധൈര്യത്തിന്റെ വിഷയം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ടൂളല്ല, ഒരു വെപ്പണല്ല, ആയുധങ്ങളല്ല, ആയുധങ്ങൾ ധരിച്ച ഒരു സംഘടിത സംവിധാനമല്ല. അങ്ങനെയുള്ള വിശ്വാസങ്ങളും ചിന്തകളും വെച്ചു പുലർത്തുന്ന ഒരു പ്രസ്ഥാനമല്ല, ചിന്തയല്ല ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്ത. ഹല്ലേലൂയ. എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ദൈവശക്തിയിൽ, ദൈവ മഹത്വത്തിലത്രേ ഞങ്ങൾ ആശ്രയം വെക്കുന്നത്. നിന്റെ വാളിനോ വടിക്കോ ആയുധങ്ങൾക്കോ ഒതുക്കുവാൻ കഴിയാത്ത ഒരു ഗണം ഈ നാളിൽ എഴുന്നേൽക്കാൻ പോകുന്നു. ഈ നാളിൽ എഴുന്നേൽക്കാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സംഘടിത സംവിധാനങ്ങൾ ഒതുക്കാൻ പറ്റാത്ത ദൈവകൃപയുടെ വ്യാപാരം ഈ 2026-ൽ ദൈവത്തിന്റെ സന്ദർശനം ദേശത്തിന്റെ മേൽ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഇതുവരെ നടന്നിട്ടില്ലാത്ത പലതും നടക്കാൻ പോകുന്നു. ദേശത്തുള്ള അറിയിപ്പത്രേ ദൈവത്തിന്റെ സന്ദർശനം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ചിന്തിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ ചില പ്രവൃത്തികൾ നടക്കാൻ പോകുന്നു. യേശുവേ ആരാധന. അവരിരുന്നിടം കുലുങ്ങി. സ്തോത്രം. അവർ അതിശക്തിയോടെ, ധൈര്യത്തോടെ ദൈവവചനം മറ്റുള്ളവരുടെ ഇടയിലേക്ക് എത്തിച്ചു. അപ്പോസ്തലപ്രവൃത്തിയിൽ 12-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെ ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയിൽ 12-ന്റെ 5 മുതൽ 8 വരെ വായിച്ചാൽ, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ, കേട്ടോ, കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നിങ്ങള്? ദൈവനാമത്തിൽ നിൽക്കുന്നവരെ തടവിൽ പാർപ്പിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ? എന്താ അവർ ചെയ്ത കുറ്റം? ഭവനവേദന നടത്തിയോ? ആരെങ്കിലും കൊന്നോ? എന്തെങ്കിലും കളവ് ചെയ്തോ? എന്താ അവർ ചെയ്ത കുറ്റം? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ മതം വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കുവാനും ഭരണഘടന കൊടുക്കുന്ന അനുവാദത്തോടെ അവർ പ്രവർത്തിക്കുന്നതാണോ തെറ്റ്? ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ നമ്മളായിരിക്കുന്ന ഈ മണ്ണിൽ നമ്മൾ കേൾക്കുകയാണ്. അവിടെ ഈ വചനത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഔദാര്യം കൊണ്ടൊക്കെ നിങ്ങൾ ജീവിക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരു മറുപടി കൈവച്ചാൽ മതി. ഞങ്ങളുടെ തമ്പുരാൻ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയവനാണെങ്കിൽ അവന്റെ ശക്തി ഞങ്ങളുടെ അകത്തിരിക്കുന്നു.
സമാധാനം. ഭയപ്പെടേണ്ട സമയമല്ല, തീ പോലെ എഴുന്നേൽക്കേണ്ട സമയമായിരിക്കുന്നു. വാളും വടിയും ഭവനങ്ങൾ തോറും കൊണ്ട് സപ്ലൈ ചെയ്യുന്നവരുടെ പേരിൽ നടപടിക്രമങ്ങളില്ല. മറ്റു വിശ്വാസങ്ങളെ മതങ്ങളെയും കൊന്നെടുക്കുവാൻ നിർദ്ദേശം കൊടുക്കുന്നവർക്ക് നേരെ ഒരു നടപടിക്രമങ്ങളില്ല. എന്നാൽ ഈ സദ്വർത്തമാനം യേശു ജീവിക്കുന്നു, നിന്നെ യേശു സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന വാർത്ത. ഇവിടെ കാണുന്നു, പത്രോസിനെ കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. സഭ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിർത്തുവാൻ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. കേട്ടോ, ഏതവസ്ഥയിലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു അനുഭവവും പേടിത്തൊണ്ടന്മാരുടെ പ്രസ്ഥാനമല്ല. അന്ത്യകാലത്തിൽ തീ പകരുവാൻ, പരിശുദ്ധാത്മാവിന്റെ തീ പകരുവാൻ വിളിക്കപ്പെട്ട ഗണമേ, വചനം പറയുന്നു, ചില സ്പെഷ്യൽ ആയുധങ്ങളെ ഞാൻ അന്ത്യനാളിൽ ഉപയോഗിക്കും. അതിവിശുദ്ധിയും വിശുദ്ധിയും പറയുന്നവർ പകച്ചു മാറി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, ചില വിഷയങ്ങളോട് കോംപ്രമൈസ് ചെയ്ത് തലകുനിച്ച് നിൽക്കുമ്പോൾ ഭയപ്പെടാത്ത ഒരു ഗണം എഴുന്നേൽക്കും. അവർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ വിശുദ്ധിയിൽ അല്ല നിൽക്കുന്നത്, യേശുവിന്റെ വിശുദ്ധിയിൽ ഞങ്ങൾ നിൽക്കുന്നു, യേശുവിന്റെ ശക്തിയിൽ ഞങ്ങൾ ചലിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവർ കടന്ന് സ്വസ്ഥമായി പത്രോസ് ഉറങ്ങിയ വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. നിനക്ക് ചുറ്റും ആരൊക്കെ സംഘം കൂടിയാലും എന്തൊക്കെ പദ്ധതിക്കാത്ത നീ വലയത്തിൽ നിന്നാലും ദൈവത്തിന്റെ പണി നടക്കും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന് ചിലത് സംഭവിക്കും. കേട്ടോ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലതിനെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ, പെട്ടെന്ന് all of a sudden പെട്ടെന്ന് ചിലത് സംഭവിക്കാൻ പോകുന്നു. ഏറ്റെടുത്തു. നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനോട് ദൈവം ഇടപെടാൻ പോകും. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ആറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങലകൾ കൈമേൽ നിന്ന് വീണു. ഇത് ആരഴിക്കും? ഈ ബന്ധിച്ച ബന്ധനത്തെ എങ്ങനെ അഴിക്കും? അഴിക്കാൻ കഴിവുള്ളവൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്നേ. അവന്റെ കയ്യിലെ ചങ്ങല സ്വതമേ താഴെ വീഴും. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാട്ടെ. വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പ് മുറുകി എന്ന് പറഞ്ഞ് നിന്റെ വസ്ത്രം ഉതച്ച് എന്റെ പിന്നാലെ വരിക. ഇവിടെ കിടക്കാനുള്ളതല്ല, നീ എന്റെ പിന്നാലെ വരിക. ആര് പറഞ്ഞു? ദൂതൻ പറഞ്ഞു. ചില സ്പെഷ്യൽ ഏഞ്ചൽസിനെ നിനക്ക് വേണ്ടി ദൈവം അയക്കാൻ പോകും. ചില സ്പെഷ്യൽ ഏഞ്ചൽസിനെ, ആർക്കും തടയാൻ പറ്റാത്ത ചിലതിനെ എന്റെ ദൈവം നിനക്ക് വേണ്ടി അയക്കാൻ പോകും. ആ അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചത്. 14, 15, 16. കേട്ടോ, ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ ചിത്രമാണ്. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് പറഞ്ഞു. അവളോ അല്ല. കേട്ടോ, ജയിലിൽ കിടക്കുന്നവൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നത്? നീ ആറുകാരി പറയുന്നത്? എന്തിനാ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? മോചനത്തിന് വേണ്ടി. ഹല്ലേലൂയ. ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ഉറച്ച വിശ്വാസമില്ലെങ്കിൽ
അവർക്ക് പോലും വേണ്ടുന്ന വിശ്വാസം കത്തിയില്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ ചിലത് നടക്കും. നിന്റെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ ചിലപ്പോൾ മറന്നുപോയേക്കാം, അല്ലെങ്കിൽ ശ്രദ്ധ വേണ്ടുന്ന രീതിയിൽ ഇല്ലായിരിക്കാം. പക്ഷേ നിനക്ക് വേണ്ടി ഒരുവൻ പ്രവർത്തിക്കുവാൻ മതിയായവനത്രേ. വായിച്ചാട്ടെ. അവർ വാതിൽ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു, അത്ഭുതപ്പെട്ടു പോയി. എന്താ കാര്യം? ഇവൻ എവിടെയായിരുന്നു? ആരെയൊന്ന് വിടുവിച്ചു? എങ്ങനെ വിടുവിച്ചു? ഒരുപാട് ചോദ്യങ്ങളാ. എടാ, നിന്നെ വിടുവിക്കാൻ ഒരുത്തം വരുത്തില്ലെന്ന്, ആരും വരുത്തില്ലെന്ന് നിരൂപിച്ചാലും നിനക്ക് വേണ്ടി ഒരുവൻ പ്രവർത്തിക്കുമെന്ന്. എന്റെ ഇടത്തും വലതും ആരുമില്ല, ഒരുവനുണ്ടെന്നേ. ഇരുട്ടിന്റെ നടുവിൽ മറുപടി തരുന്ന, പ്രതികൂലങ്ങളുടെ നടുവിൽ മറുപടി തരുന്ന ഒരുവന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 25 മുതൽ 31 വരെ ഒന്ന് വേഗം വായിക്കണേ. അപ്പോസ്തലപ്രവൃത്തികൾ 16-ന്റെ 25 മുതൽ 31 വരെ വേഗം വായിക്കണേ. പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. എവിടെയായിരുന്നു പൗലോസും ശീലാസും? തടവിൽ. അവർ ആ തടവിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. വായിച്ചോ. കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ചങ്ങലയിട്ടിരുന്നവരെല്ലാം ഓടിപ്പോയെന്ന് ധരിച്ച് അവനെന്ത് ചെയ്തു? വാളൂരി തന്നെത്താനെ ഇല്ലാതാക്കാൻ, കൊന്നുകളയുക, ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ടു. അപ്പോൾ പൗലോസ് ജയിലിൽ കിടന്നു നോക്കണേ. പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നിന്റെ മേലൊരു പദ്ധതി നടത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോത്തുള്ളന്നേ. ഞങ്ങളെ അകത്തിട്ട് നീ വെളിയിരിക്കുകയല്ലായിരുന്നോ? നിന്റെ മേലൊരു പദ്ധതി ഇട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോത്തുള്ളന്നേ. വായിച്ചാട്ടെ. പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇന്നാരെയൊക്കെ പോയി കാണാം, ഇന്നാരെയോടൊക്കെ സംസാരിക്കാം. കുഞ്ഞെ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവന്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. വചനം പറയാണ്, അകത്തിട്ടിട്ട് പുറത്തു നിന്നവൻ എന്ത് ചെയ്യുക? അവൻ വന്ന് മുട്ടുവേദിക്കുക. വായിച്ചാട്ടെ. യജമാനന്മാരെ ആരെ വിളിക്കുന്നേ? ജയിലിനകത്ത് കിടന്നവനെ കാരാഗ്രഹത്തിന്റെ പ്രമാണി വിളിക്കുക. യജമാനന്മാരെ ശ്രദ്ധിച്ചോണേ, ഈ സെക്കൻഡ്സ് ശ്രദ്ധിച്ചോണേ. മുമ്പ് അങ്ങനെ ആയിരിക്കത്തില്ല വിളിച്ചത്. എന്താ ചോദിക്കുന്ന ചോദ്യം എന്താണ്? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? എന്താ മറുപടി? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും. ഇതാ സുവിശേഷം. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. ഇതിന് വല്ല മുടക്കുണ്ടോ? ഈ സത്വർത്തമാനം അറിഞ്ഞാൽ, അനുഭവിച്ചാൽ നിന്റെ ജീവിതം മാറും, നിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായം 21-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 19-ന്റെ 21. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും
അഖായിൽ കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഇന്ന സ്ഥലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണമെന്ന് മനസ്സിൽ ആര് നിശ്ചയിച്ചു? ആരാ നിശ്ചയിച്ചത്? പൗലോസ്. ഞാൻ അവിടെ ചെന്ന ശേഷം കേട്ടോ, ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? റോമയും കാണണം എന്ന് പറഞ്ഞു. റോമിലോട്ടൊന്ന് പോകണമെന്ന് ആര് നിശ്ചയിച്ചു? ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ഞാൻ എവിടെ പോകും? റോമിലും ഒന്ന് പോകണമെന്ന് ആര് തീരുമാനിച്ചു? ആര് ചിന്തിച്ചു? നിങ്ങൾ എവിടെങ്ങുമല്ല, നിങ്ങൾ കാരാഗ്രഹത്തിന്റെ ചിത്രം കണ്ടോണ്ടിരിക്കാൻ പോകും. കാരാഗ്രഹമൊക്കെ പൊളിഞ്ഞതേ, നിങ്ങൾ അതും ശ്രദ്ധിച്ചോണ്ടിരിക്കാതെ. അയ്യോ ശരിയാ, ഇന്നാർക്കൊക്കെ ബന്ധമാകും, ഒന്നും ആകത്തില്ല, നിങ്ങൾ കണ്ടോണം. വെടിയിരിക്കേണ്ടവൻ ഇറങ്ങിയിട്ടുണ്ട്, അവന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പൗലോസ് പറയുക, ഞാൻ ഇന്ന സ്ഥലത്തിലൂടെ പോയി പിന്നെ ഞാൻ ആ റോമിനോടൊന്ന് പോകും കേട്ടോ. ഞാൻ ആഗ്രഹമാണ്, ഒരാഗ്രഹമാണ് കേട്ടോ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഒത്തിരി ആഗ്രഹങ്ങളില്ലേ? ഒറ്റ ആഗ്രഹമുള്ളൂ, ഇരുന്ന് ഉറങ്ങണമെന്ന് ഒറ്റ ആഗ്രഹമുള്ളൂ. സ്തോത്രം. ആ 23-ാം അധ്യായം 19-ാം അധ്യായം ഇപ്പൊ വായിച്ചേ. 19-21 നമുക്ക് സമയമില്ല, അല്ലായിരുന്നെങ്കിൽ 20 ഒക്കെ എടുത്തരുമായിരുന്നു. 21, 22 ഒക്കെ വായിച്ചത് അല്ലേ? 21 വായിച്ചേ. 23-ന്റെ 10, 11 വായിച്ചാണ്. 23-ന്റെ 10, 11. 23 വലിയ ഇടച്ചൽ ആയതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. കേട്ടോ, രാത്രിയിൽ അതിസങ്കീർണമായ ഒരു ഘട്ടത്തിന്റെ നടുവിൽ കർത്താവ് അടുത്ത് വന്ന് നിൽക്കുക. ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും ഒത്തിരി പ്രതീക്ഷകളും ഒക്കെ ദൈവസന്നിധി നീ അർപ്പിച്ചിട്ട് നിൽക്കുകയല്ലേ. ചില അധ്യായങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നുപോയി. 19-ാം അധ്യായത്തിൽ ചില ചിന്തകളും ആഗ്രഹങ്ങളും ഉണ്ടായി. 19 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു. എന്നാൽ 23-ാം അധ്യായത്തിൽ രാത്രിയിൽ യേശു അടുത്ത് വന്ന് നിൽക്കുക. വായിച്ചു. രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്നു ധൈര്യമായിരിക്കുക. കർത്താവ് അടുത്തതോട് പറയാ, ധൈര്യമായിരിക്കുക. നീ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുൾ ചെയ്തു. ജസ്റ്റ് ഒന്ന് പോയാ മതി എന്നാണ് ചിന്തിച്ചത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയാ മതി എന്നാണ് ചിന്തിച്ചത്. കർത്താവ് പറയാം, നീ എന്നെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടവനാകുന്നു. എവിടെ? റോമിൽ. കണ്ടന്റ് മനസ്സിലായോ? പിടികിട്ടുന്നുണ്ടോ? എനിക്കൊന്ന് പോയാ മതി, വല്ല വിധനയൊന്ന്. നീ എന്നെ കുറിച്ച് സാക്ഷീകരിക്കേണ്ടവൻ ആ സ്ഥലത്ത് ചെന്ന്. 19-ാം അധ്യായത്തിൽ ഒരു ചിന്തയുണ്ടായി. അധ്യായങ്ങൾ പിന്നിട്ടു, നാളുകൾ പിന്നിടുന്നുണ്ട്, മാസങ്ങൾ പിന്നിടുന്നുണ്ട്. എന്നിട്ട് എന്തേ? കർത്താവ് പറയാ, ഈ രാത്രിയിൽ, ഈ ഇരുട്ടിന്റെ മധ്യത്തിൽ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുക. ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ സങ്കീർണമായ അവസ്ഥയിൽ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുക. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന, പൗലോസെ നിന്നെയും ശീലാസിനെയും പുറത്തു കൊണ്ടുവന്ന ഞാനിതാ നിന്റെ അടുത്ത് വന്ന് നിൽക്കുക. ഒരു പദ്ധതിക്ക് വേണ്ടി ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. മനസ്സിലാക്കിയ ഒരു കർത്താവിനെ ശക്തിയോട് ശ്രദ്ധിച്ചാണ്. ഒരു പദ്ധതിക്ക് വേണ്ടി ലാസ്റ്റ് ഡേ മിനിസ്ട്രി ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇന്ന് കടന്നു വന്ന എല്ലാവരോടും കർത്തൃനാമത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഒരു പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ എന്റെ തമ്പുരാൻ അയക്കാൻ പോവുകയാണ്. ഒരു പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ എന്റെ ദൈവം അത് തിരിച്ചറിഞ്ഞവർ ശക്തിയോടെ കരകളെ തട്ടി പദ്ധതി വലുതാണേ, അതനുസരിച്ചൊന്ന് ചലിച്ചാണ്. നന്ദി പരിശ്രമിക്കുന്ന
കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ യേശുവപ്പ തമ്പുരാനെ, എന്നെല്ലാം പ്രതികൂലമായ സാഹചര്യങ്ങൾ എഴുന്നേറ്റ് വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന് പറയുവാൻ, എന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറയുവാൻ, ഉരുപ്പിടിച്ച വാളുമായി കരേബുകൾ എനിക്ക് ചുറ്റും കാവലായി ഇറങ്ങുമെന്ന് പറയുവാൻ, സ്വർഗീയ ദൂതന്മാർ എനിക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറയുവാൻ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ അഭിഷേകം പകരുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കണമോ, ഞാൻ അങ്ങയെ ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈൻ മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന മുറിക്കകത്തേക്ക് ഈ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. പറയാൻ തന്റെ ഇടമില്ല, സംസാരിക്കാൻ കഴിയില്ല, മിണ്ടാതെ തലകുലിച്ചിരിക്കുന്നു. ആരുണ്ടെന്ന് വെച്ചിട്ട അതൊക്കെ വലിയ സംഘടിത സംവിധാനങ്ങളോടൊക്കെ നമ്മൾ എങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയവൻ അതിന്റെ കൂടെ നിൽക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സമുദ്രത്തെയും കരയെയും മഴയെയും കാറ്റിനെയും സകലത്തെ നിയന്ത്രിക്കാൻ അധികാരമുള്ളവന്റെ ശക്തി ഇന്നാളിൽ നിങ്ങൾ വ്യക്തമായി കാണാൻ പോവുകയാണ്, അതറിയാൻ പോവുകയാണ്. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഭയപ്പെടുവാനല്ല, ധൈര്യത്തോടെ മുന്നോട്ട് ചലിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകത്തൊന്നും നിങ്ങളുടെ മേലെ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ അതിനുവേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുക. കർത്താവ് നിങ്ങൾ ധാരാളമായി നിറയ്ക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.